മെസ്സേജ് എന്ന് പറയാൻ ചെറിയ റൊമാൻസ് എല്ലാവരുടെ അഭിനയമൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, എല്ലാവരും കൊള്ളാം, കണ്ടിരിക്കാൻ കുഴപ്പമില്ല. എങ്ങനെ ഒരു ഫാമിലി ഓഡിയൻസിനൊക്കെ ഇഷ്ടപ്പെടുമോ? ഫാമിലി ആയിട്ടുള്ള പടം. ചെറിയ കുറച്ച് ലാഗൊക്കെ ഉണ്ട്. എന്തെങ്കിലും എടുത്ത് പറയാനുണ്ടോ? കണ്ടിട്ട് ഒരു ചെറിയൊരു മെസ്സേജ് ഉണ്ട്. അത് வேற ஒன்றும் இல்லை, அபோர்ஷன் செய்யണതിനെ കുറിച്ചുള്ള. என்னண்ணா தூங்கிட்டுண்ணா. எப்படி இருக்கணும் படம்? படம் நல்லா இருந்துச்சுண்ணா. கொஞ்ச நேரம் பார்த்தா நல்லா இருந்துச்சு, ஆனால் தூங்கிட்டுண்ணா. அதான் நான் முழுசாக பார்க்கலைங்க. இல்லை எனக்கு தூக்கம் வந்துச்சு, அதனால் தூங்கிட்டேன். இல்லை எனக்கு தூக்கம் வந்துச்சு, அதனால் தூங்கிட்டேன். கொஞ்ச നേരം பார்த்தா அதனால். നല്ല പടം, നല്ലൊരു പിക്ചറാണ്. ഒരു ലവ് സ്റ്റോറിയാണ്. ഇന്ന് വരുന്ന ജനറേഷന് ഒരു ആവശ്യം കാണേണ്ട ഒരു പിക്ചറാണ്. കണക്ട് ആവുമോ എല്ലാവർക്കും? എല്ലാവർക്കും കണക്റ്റ് ആവുമെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ന്യൂ ജനറേഷൻ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, ലവ്, പ്രഗ്നൻസി, അതിൻ്റെ കൺസേൺ വെച്ചാണെങ്കിൽ ഇത് എല്ലാവർക്കും നല്ലൊരു മെസ്സേജ് കൊടുക്കുകയാണ് എന്നുള്ളത്. നല്ല മെസ്സേജാണ്, നല്ല മെസ്സേജ്. ഇന്നത്തെ ഈ യങ്സ്റ്റേഴ്സിൻ്റെ ലവേഴ്സ് വെച്ച് നോക്കുകയാണ്, ലവ് മാറ്റർ വെച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പിക്ചർ എല്ലാവർക്കും ഒരു നല്ല സന്ദേശമാണ് കൊടുക്കുന്നത്. സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ആ ഒരു ലവ് എന്ന് പറയുന്നത് ഒരു നല്ല ഒരു സങ്കല്പമാണ്. അതിൽ നമ്മൾ ഇങ്ങനെ അതിനെ നിസ്സാരമായിട്ട് കാണരുത്, പ്രത്യേകിച്ചും പ്രഗ്നൻസി എന്നുള്ള കൺസെപ്റ്റിനെ. യൂത്ത് ഏറ്റെടുക്കുന്നവർ നല്ലവർ, ഏറ്റെടുക്കാത്തവരാണെങ്കിൽ പിന്നെ അവർ നല്ലവരല്ല. അത് പിക്ചറിൻ്റെ ഉള്ളിൽ അവർ കയറാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റു വല്ല ടെൻഷനിലോട് വന്നവരായിരിക്കാം, അല്ലെങ്കിൽ തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരായിരിക്കാം. അവർക്ക് പെട്ടില്ല എന്ന് വരും. നല്ല വഴിക്ക് സഞ്ചരിക്കുന്നവർക്ക് നല്ലൊരു മെസ്സേജാണ്, അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന. മൊത്തത്തിൽ എല്ലാ ഫാമിലീസും കണ്ടു കഴിഞ്ഞാൽ പടം നല്ലതാണ്. കണ്ണ് നിറയുന്ന തരത്തിലുള്ള ഒന്നുമില്ല. ആ പിക്ചർ എന്ന് പറയുന്നത് ഒരു പബ്ലിക്കിന്, ഇന്നത്തെ ന്യൂ ജനറേഷന് കൊടുക്കുന്ന നല്ലൊരു മെസ്സേജാണ്. കാര്യം എന്നത് പ്രഗ്നൻസി എന്ന് പറയുന്നത് പിള്ളേർക്ക് ഇപ്പോൾ കളികളായിട്ടാക്കി മാറിയിരിക്കുന്ന ടൈമാണ്. ഇന്നത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ അതിന് വലിയ ഇമ്പോർട്ടൻസും കൊടുക്കാതെ അബോഷൻ, ഈ ലവ്, അബോഷൻ, സെക്സ്, അതൊക്കെ ഒരു വെറും വിളയാട്ടമായിട്ട് വച്ചിരിക്കുന്ന ഒരു ജനറേഷനാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെയുള്ളൊരു പിക്ചർ നല്ലതാണ്. അത് നല്ലൊരു മെസ്സേജ് തന്നെയാണ്, കാണേണ്ട പിക്ചറാണ്. റൊമാൻറ്റിക് മൂവിയാണ്. റൊമാൻറ്റിക് മാത്രമല്ല, കോമഡി എല്ലാം ഉണ്ട്. മെസ്സേജ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടില്ലേ, എന്തോ ലവ് സ്റ്റോറിയാണ്. എല്ലാവരും കൊള്ളാം. രഞ്ജി പണിക്കരൊക്കെ സൂപ്പർ. എല്ലാവർക്കും കണക്റ്റ് ആവും. ലവേഴ്സിന് കുറച്ച് കൂടുതൽ കണക്റ്റ് ആവും. കുഴപ്പമില്ല. അല്ലേ, കുഴപ്പമില്ല. അല്ല ലവ് സ്റ്റോറി കുഴപ്പമില്ല.